നമസ്കാരം. ഒരുപാട് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ഓരോ പരീക്ഷ വരുമ്പോഴും ആ പരീക്ഷയുടെ കോച്ചിങ് തേടി പിടിച്ചിട്ട് ആ പരീക്ഷയ്ക്കുള്ള ഒരു ബാച്ചിൽ കയറി നിന്ന് അതിനുള്ള ക്ലാസ്സുകൾ പഠിക്കുക. വീണ്ടും മറ്റൊരു പരീക്ഷ വരാൻ നേരത്ത് അതിന്റെ കോച്ചിങ് എവിടെയാണ് കൊടുക്കുന്നത് എന്ന് തിരക്കിയിട്ട് അതിന്റെ ബാച്ചിൽ കയറി നിന്ന് പഠിക്കുക. ഫലത്തിൽ എന്താണ്, ഇങ്ങനെ ഒരുപാട് ബാച്ചുകളിൽ ഇരുന്ന് പഠിച്ച് പരീക്ഷയെ നേരിട്ട് കൊണ്ട് പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. പക്ഷെ വിജയം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ കയ്യെത്താ ദൂരത്തുമായിരിക്കും. അപ്പൊ വിജയത്തെ കൈവെള്ളയിലെടുത്ത് നമ്മുടെ പോക്കറ്റിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പല ബാച്ചുകളിൽ മാറിയിരുന്ന് പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ സിലബസ് എവിടെയെങ്കിലും കവർ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അത്തരത്തിൽ സിലബസ് കവർ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് ഒരൊറ്റ മാർഗം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളൂ. അതെന്താന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്ന്, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തുക. റിവിഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്? പഠിച്ച പാഠഭാഗങ്ങൾ വീണ്ടും എടുത്തു വെച്ച് വായിക്കുക എന്നുള്ളതല്ല റിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ നിൽപ്പുണ്ട് എന്നും നിങ്ങൾക്ക് ഒരു മത്സരത്തിൽ അതെങ്ങനെ പ്രാവർത്തികമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് റിവിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് വേർതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്നത് എഴുതുക എന്നതാണ് അതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള മോക്ക് ടെസ്റ്റ് എന്നതും നിർബന്ധമാണ്. എവിടെന്നെങ്കിലും കിട്ടുന്ന പല വിഷയങ്ങൾ കൂട്ടിക്കിളർത്തി അവിയൽ പോലെ തരുന്ന 100 ചോദ്യങ്ങളാണോ എഴുതേണ്ടുന്നത്? അല്ല. എഴുതേണ്ടുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് എഴുതുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് വേർതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഓരോ വിഷയത്തിൽ നിന്നുമുള്ള പരീക്ഷകളാണ് എഴുതേണ്ടത്. ആ വിഷയത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എഴുതുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ടോപ്പിക്കിൽ നമ്മൾ കൃത്യമായ പഠനം നടത്തിയിട്ടില്ല എന്നും നമ്മുടെ റിവിഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടും. അങ്ങനെ തിരിച്ചറിഞ്ഞ് പഠിക്കുകയാണ് വേണ്ടുന്നത്. അറിവുണ്ട്, നമുക്ക് ധാരാളം അറിവുണ്ട്. കാരണം പല പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആധികാരികമായ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. സമർത്ഥന്മാരായ ഒരുപാട് അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുണ്ട്. എക്സാം ടിപ്പുകൾ നൽകുന്ന ഒരുപാട് മോട്ടിവേറ്റർമാരുടെ മോട്ടിവേഷൻ സ്പീച്ചുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാലും പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ വഞ്ചി തിരുനക്കരെ തന്നെ എന്ന് പറയുന്ന അതേ അവസ്ഥയിലാണ് നമ്മൾ. കാരണം റാങ്ക് ലിസ്റ്റിലോ റാങ്ക് പട്ടികയിലോ നമ്മൾ പെടില്ല. ഇനി അഥവാ പെട്ട് കഴിഞ്ഞാലും സപ്ലിമെന്ററി ലിസ്റ്റിലായിരിക്കും. ഇനി കഷ്ടിച്ചെങ്ങാനും മെയിൻ ലിസ്റ്റിൽ കടന്നുകൂടി കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലുമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത വേലയുടെ കൂലി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ, വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് സാക്ഷാൽ വൈകുണ്ഠ സ്വാമികളെ പറഞ്ഞിരിക്കുന്നത്. ആ വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞിട്ടുള്ള വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വേല പാഴായി പോകാതിരിക്കുക എന്ന പരിശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്ങനെ നടത്താൻ സാധിക്കണം ആ പരിശ്രമം? അതിനൊറ്റ മാർഗമേ ഉള്ളൂ, മോക്ക് ടെസ്റ്റ്. നമ്മൾ പഠിച്ച ഭാഗം ഏതാണോ ആ ഭാഗത്ത് നിന്ന് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക എന്നതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ഇടകലർത്തിയും കൂട്ടിക്കലർത്തിയുമുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിന് മുൻപ് എഴുതി പഠിക്കേണ്ടുന്നത് വിഷയങ്ങളിൽ നിന്ന്, സബ്ജക്റ്റുകളിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകളാണ്. അത്തരത്തിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസുമായിട്ടാണ് ബാസിസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ്. എന്നാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 9th മാർച്ചിനാണ് നമ്മൾ ആരംഭിക്കുന്നത്. 9th മാർച്ച് മാസം 9-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ഒരു മോക്ക് ടെസ്റ്റ് സീരീസ്. ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ ഡിഗ്രി സിലബസും +2 ലെവൽ സിലബസും 10th മെയിൻസിന്റെ സിലബസും സമ്പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ്. ഓരോ വിഷയത്തിൽ നിന്നും മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 100 മാർക്കിന്റെ വീതമുള്ള OMR പരീക്ഷകളാണ് നൽകുന്നത്. അപ്പോൾ ഒരു OMR പരീക്ഷ എഴുതുമ്പോൾ, നിങ്ങളൊരു 100 മാർക്കിന്റെ OMR പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 70 മാർക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകുവാൻ സാധിച്ചേക്കാം. ഉത്തരം നൽകാൻ സാധിക്കാത്ത ഒരു 30 ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ റിവിഷൻ നടത്തേണ്ടുന്ന മേഖല നിങ്ങൾ തിരിച്ചറിഞ്ഞു. ആ നഷ്ടപ്പെട്ടു പോയ 30 ചോദ്യങ്ങൾ ഏതെല്ലാം ടോപ്പിക്കിൽ നിന്നാണ് വന്നത്, ആ ടോപ്പിക്കാണ് നിങ്ങൾ റിവിഷൻ നടത്തേണ്ടുന്നത്. അതിനുശേഷം അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെയുള്ള മറ്റു പല പരീക്ഷകളും എഴുതുമ്പോൾ വീണ്ടും നമ്മുടെ ശക്തിയും ദൗർബല്യവും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഓരോ വിഷയങ്ങളും ഇപ്രകാരം കൃത്യമായും സത്യസന്ധമായും എഴുതി കഴിയുമ്പോൾ നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതിനുശേഷം മത്സര പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ 100% ഉറപ്പ് നമ്മുടെ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല. ഈ പരീക്ഷാ സമ്പ്രദായം നമ്മൾ ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 9th മാർച്ചാണ്. മാർച്ച് മാസം 9-ാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ മാർച്ച് മാസം 9-ാം തീയതി മറ്റൊരു കോഴ്സ് കൂടി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ KAS എന്ന കോച്ചിങ് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത്. അത് ഓഫ്ലൈനും ഉണ്ട്
ഓൺലൈനും ഉണ്ട്. 2 കോച്ചിങ് ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുന്ന ദിവസവും 9th മാർച്ചിലാണ്. ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിക്കുന്ന സ്ഥലം എവിടെ എന്ന് ചോദിച്ചാൽ അത് ചേർത്തലയിലാണ്. അപ്പൊ ചേർത്തലയിൽ, അതായത് ആലപ്പുഴ ജില്ലയിലെ KS-ന്റെ ഓഫ്ലൈൻ കോച്ചിങ് നൽകുന്ന ഏക സ്ഥാപനം നമ്മുടെ ഭാസീസ് അക്കാഡമിയാണ്. റിസൾട്ട് ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണ്. സപ്ലിമെന്ററി ലിസ്റ്റിലെ 2ാം റാങ്കാണ് നമുക്ക് കഴിഞ്ഞ KS-ന് ലഭിച്ചിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ KS-ന്റെ കോച്ചിങ് ആരംഭിക്കുന്നത് 9th മാർച്ചാണ്. 7th മാർച്ചാണ്, അതായത് വെള്ളിയാഴ്ച നോട്ടിഫിക്കേഷൻ വരുന്നു, ഞായറാഴ്ച നമ്മളുടെ ക്ലാസ്സുകളും ആരംഭിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റ് പേപ്പർ സീരീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വരുന്നുണ്ട്, മെയ് മാസം 25-ാം തീയതിയാണ് അത് വരുന്നത്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷ വരുന്നുണ്ട്, ഈ മെയ് മാസം 21-ാം തീയതിയാണ് അത് വരുന്നത്. അതേപോലെ തന്നെ മെയ് മാസം 17-ന് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയും നടക്കുന്നുണ്ട്. മെയ് മാസം 10-ാം തീയതി ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷയും നടക്കുന്നുണ്ട്. അതായത് മെയ് മാസം നമുക്കറിയാം, മെയ് 1 എന്ന് പറഞ്ഞത് ലോക തൊഴിലാളി ദിനമാണെങ്കിൽ ആ ലോക തൊഴിലാളി ദിനത്തിന് ശേഷം വരുന്ന ഈ മെയ് മാസം മുതൽ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടുന്ന പരീക്ഷകൾ നടക്കുന്ന മാസം കൂടിയാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ, പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ട് എന്ന് പരീക്ഷ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കും. അത് ജോലി ലഭിക്കുന്ന ഒരു റാങ്ക് തന്നെ ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഭാസീസ് അക്കാഡമിയെ ഈ ഒരു എക്സാം സ്കീം ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഏതാണ്, 9846183166 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടോ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ KS-ന്റെ ഓഫ്ലൈൻ കോച്ചിങ്ങിലോ ഓൺലൈൻ കോച്ചിങ്ങിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഈ ഒരു എക്സാം സീരീസ് എന്ന് പറയുമ്പോൾ 120-ലധികം വരുന്ന പരീക്ഷകളാണ് നമുക്കുള്ളത്. എക്സാംസ് 120-ന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ആ ഒരു കോഴ്സ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എത്ര രൂപയാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. 750 രൂപ മാത്രമാണ് ഈ ഒരു എക്സാം കോഴ്സിന്റെ ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA, അതേപോലെ തന്നെ നമ്മളുടെ സിവിൽ എക്സൈസ് ഓഫീസർ മുതലായ പരീക്ഷയുടെ ജനറൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷാ സ്കീമാണിത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9846183166. ഓർക്കുക, വലിച്ചുവാരി പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഒരുപാട് അറിവുകൾ നമ്മൾ സ്വായത്തമാക്കി എന്നതിലും കാര്യമില്ല. കിട്ടിയ അറിവുകൾ ഫലപ്രദമായിട്ട് മത്സര പരീക്ഷയിൽ എഴുതി വിജയിക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ. ആ ഹീറോയാകുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, മോക്ക് ടെസ്റ്റുകൾ ധാരാളമായിട്ട് എഴുതുക. നിങ്ങളെയും കാത്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകളുമായി ഞങ്ങൾ ഭാസീസ് അക്കാഡമിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, 9846183166. ഓൾ ദ ബെസ്റ്റ്.